ഹലോ. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഞാനീ ചെയ്യുന്നത്. ജസ്റ്റ് എനിക്കെന്തായാലും റൂം ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. വേറൊന്നുമില്ല. കുറച്ച് സംഭവങ്ങളിങ്ങനെ ഫുള്ള് ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം എടുക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ആ ടേബിളിൽ തന്നെ ഇങ്ങനെ സൈഡാക്കി സൈഡാക്കി വെക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ബേസിക്കലി നമുക്ക് ഈ ജേർണലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സംഭവം ഉള്ളത് ഭയങ്കര നല്ലതാണ്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്തതാണ് ഈ ഒരു കുഞ്ഞ് ഓർഗനൈസറിൻ്റെ പെട്ടി. അത് സത്യം പറഞ്ഞാൽ കുറേ നാൾ, എത്ര കൂടിപ്പോയാലൊരു 2 വർഷം പഴക്കമുണ്ടാവും ആ ഒരു പെട്ടിക്ക്. അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഓർഗനൈസർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസും കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ മതി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറേ നാൾ മുന്നേ ചെയ്തതാണ്. അതുകൊണ്ട് വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നേ കുറേ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അത് തന്നെ അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാനും ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നാലോ, അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളും എന്താ നമ്മുടെ ജേർണലിങ്ങിൻ്റെ സംഭവങ്ങൾ മൊത്തം ഒരു കുഞ്ഞു ഓർഗനൈസറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3 ജേർണലിംഗ് ബുക്കാണ് ഉള്ളത്. 2 ഞാൻ ഉണ്ടാക്കിയതാണ്, ഒരെണ്ണം എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷെൽഫ് ഇതൊരു 2 മാസങ്ങൾക്ക് മുന്നേ ഞാൻ, 3 അതിൽ കൂടുതലുണ്ടാവും. ഒരു 3, 4 മാസം എന്തായാലും ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ട് ഇല്ലേ, ഡൈക്കറ്റ് സ്മാർട്ടിൻ്റെ ഒരു കുറച്ച് സംഭവങ്ങൾ മേടിച്ചപ്പോൾ കിട്ടിയ ഒരു പെട്ടിയാണ്. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സംഭവങ്ങൾ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി സ്ഥലമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഷെൽഫ് ചെയ്യാനോ വാങ്ങാനോ ആയിട്ടുള്ള പൈസയും കാര്യങ്ങളൊന്നും നമുക്കിപ്പം തൽക്കാലം ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പം എന്തായാലും എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് ഉണ്ട്. അപ്പം നമ്മളൊരു ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നവരാകുമ്പം എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നതൊരു ശരിയല്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിനെയൊക്കെ കട്ട് ചെയ്ത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കളർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് ഒരു തീമൊക്കെ സെറ്റ് ചെയ്തു. പാൻറ്റേൻ്റെ തീമൊക്കെ കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വലിച്ച് വാരി പാൻറ്റ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഫുൾ ആ ഒരു തീമൊക്കെ ആയപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. എൻ്റെ റൂമിൽ വന്ന് കണ്ടവരൊക്കെ, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് ചോദിച്ചു, നീ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പം എനിക്കൊരു സമാധാനമായി. ഓക്കെ. അപ്പം ഭംഗിയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ കണ്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്, ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ എനിക്ക് ഉള്ള സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളും പിന്നെ ഈ കുറേ പേപ്പേഴ്സൊക്കെ ഞാൻ എന്താ നമ്മുടെ പേപ്പർ ക്ലിപ്പില്ലേ, അത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു നോട്ട്സോ എന്തെങ്കിലും ഇക്വേഷൻസോ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറേ നമ്മൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട് വരുന്ന വേസ്റ്റ് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് അതും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് ഓർത്തിട്ട്. ഇത് ഞാൻ മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 10th-ലോ 12th-ലോ എങ്ങാണ്ട്, അതോ അതിൽ കൂടുതലോ പഴക്കം എന്തായാലും ഉണ്ട്. സ്കൂളിൽ എന്തായാലും 10th-ന് മുന്നേ ആണെന്ന് തോന്നുന്നു ഇതെൻ്റെ കയ്യിലുള്ളത്. അപ്പം അത് ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ വച്ചേക്കുമായിരുന്നു. നല്ല എഫേർട്ട് ഇട്ട് ആ ഒരു ടൈമിൽ ചെയ്തതാണ്. പിന്നെ ഇതെങ്ങനെ തിരിച്ചാലും നമുക്ക് അതിലോട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ വലുതായിട്ടൊന്നും യൂസ് ആക്കിയിട്ടില്ല. അതങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഇപ്പം സെറ്റ് ചെയ്യുന്നത്, അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ലൈക്ക് ഒരു ബോക്സ് ആണത്. ആ ബോക്സിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കളേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നമ്മുടെ എന്താ മെമോ പാഡ് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് ടിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനിപ്പോൾ വെക്കുന്നത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുക്കാണ്. പിന്നെ ഇതൊക്കെ സ്റ്റിക്കി നോട്ട്സ് ആണ് ഫുള്ളും. എന്താ സ്റ്റിക്കി നോട്ട്സ് എന്താണെന്ന് അറിയാത്തവർക്ക്, അറിയുന്നവരുണ്ടാവും കുറേ പേര്, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ കുറേ പേര് സ്റ്റഡി വ്ളോഗിലൊക്കെ. അപ്പോൾ സ്റ്റിക്കി നോട്ട് എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജസ് എഴുതി നിങ്ങൾ കാണുന്ന രീതിയിൽ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിൽ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുക്ക് മാർക്കാണ്. ഇപ്പം നമ്മുടെ ഗിവ് അവേയിലും നമ്മളിങ്ങനെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബുക്ക് മാർക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഫാമിലി ഒരു ചെറിയൊരു യൂട്യൂബ് ഫാമിലിയാണ്. പക്ഷേ അതിൽ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തായാലും എല്ലാ വീഡിയോസിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ജെന്യുവിനായിട്ട് കാണുന്ന കമൻറ്റുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പറ്റുന്ന മാക്സിമം പേർക്ക് ഞാനത് തരാൻ വേണ്ടിയിട്ട് നോക്കാം. 3 പേരാണ് ഞാൻ ഇപ്പോൾ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് 250 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ.
അപ്പൊ എന്തായാലും ഞാൻ ആ 3 പേർക്ക് 250 ആവുമ്പോ കൊടുക്കും. അതിനുശേഷം 500 ആവുമ്പോ നമുക്ക് വേറൊരു ഗിവ് അവേ വെക്കാം. എന്തായാലും കിട്ടാത്ത കുറേ പേരുണ്ടാവുമല്ലോ. അവരൊന്നും വിഷമിക്കേണ്ട. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ 500 ആവുമ്പോ കൊടുക്കുമ്പോഴും ഞാൻ ഈ പഴയ കമന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യും. ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിലും പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വീഡിയോസിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക പറയുക. എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പം എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുള്ളവരല്ലല്ലോ. എന്തെങ്കിലും കുറേ തെറ്റുകൾ ഉണ്ടാവും. അപ്പം നിങ്ങളത് പറയുക. ഇന്നത് നിങ്ങൾക്ക് മാറ്റിയാൽ നന്നാവും എന്നുള്ളത് നിങ്ങളുടെ സജഷൻ പോലെ നിങ്ങൾ പറയുക. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ ഞാനും നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഈ ഒരു ടൈം കൊണ്ടിട്ട് ഞാനെന്താ നമ്മുടെ ജേർണലിങ്ങിൻ്റെ സെറ്റും എൻ്റെ പഠിത്ത കാര്യങ്ങളും ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം സ്റ്റാപ്ലെയർ ആയിക്കോട്ടെ, ആ സ്റ്റിക്കി നോട്ട്സും എല്ലാം കൂടെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തു.